നിങ്ങൾ ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതല്ല ഹൃദയത്തിൽ പൂട്ടിട്ടിരിക്കുകയാണോ? ആഴമേറിയ ചിന്തകൾക്ക് നമ്മൾ ഓതുന്ന ആയത്തുകളെ നമ്മൾ വിധേയമാക്കണം. ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുകയാണ്, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഖദ് ശിബ്ത, നിങ്ങൾക്ക് വയസ്സായി പോയല്ലോ നബിയെ. എന്താ കാരണം? അന്ന് വരെ കാണപ്പെടാത്ത ചില നരകൾ റസൂലുള്ളാഹിൻ്റെ മുടിയിൽ കാണപ്പെട്ടു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ മുടി നരച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശ്രദ്ധയിൽപ്പെട്ടു. വളരെ കുറഞ്ഞ മുടികളെ അള്ളാഹുവിൻ്റെ റസൂലിന് നരച്ചിട്ടുള്ളൂ. പക്ഷെ അത് കാണപ്പെട്ടപ്പോൾ ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയാമോ? ശയ്യബത്നി ഹൂദുൻ വൽ വാഖിഅതു വൽ മുർസലാതു വഅമ്മ യതസാഅലൂൻ വഇദ ശംസു കുവിറത്. എന്നെ വൃദ്ധനാക്കിയത് ഖുർആനിലെ ഈ അധ്യായങ്ങളാണ്. ഒന്ന് സൂറത്തുൽ ഹൂദ്, മറ്റൊന്ന് സൂറത്തുൽ വാഖിഅ ഇദാ വഖഅത്തിൽ വാഖിഅ, മറ്റൊന്ന് വൽ മുർസലാത്തി ഉർഫ സൂറത്തുൽ മുർസലാത്ത്, അമ്മ യതസാഅലൂൻ, മറ്റൊന്ന് ഇദ ശംസു കുവിറത്. ഈ അധ്യായങ്ങളെക്കുറിച്ചുള്ള ചിന്ത, അതിലെ ആശയങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്നെ വൃദ്ധനാക്കിയിരിക്കുന്നു എന്നാണ്. നാമൊക്കെ എത്ര തവണ ഒരു പക്ഷേ ഇത് ഓതിയിട്ടുണ്ടാകും. പക്ഷേ അതൊന്നും നമ്മുടെ മനസ്സിലോ ശരീരത്തിലോ മാറ്റമുണ്ടാക്കിയിട്ടുണ്ടാവുകയില്ല.